എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ ചാറ്റിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാരുടെ ജൂൺ 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സൺ എനർജി, ഹൈ പ്രീസ്റ്റസ് എനർജി, ക്യൂൻ ഓഫ് ഷെൽസ്, ഷാമൻ, അതേപോലെ ജസ്റ്റിസ് എനർജി ആൻഡ് എംപറർ എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു മാസം നിങ്ങളുടെ അതായത് കർമ്മഫലത്തിൻ്റെ ഒരു സമയം എന്ന് പറയാം. അപ്പോൾ പൊതുവിൽ നിങ്ങൾ കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള കർമ്മം മോറലി വളരെയധികം നല്ല രീതിയിൽ നടക്കുന്നൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സൺ ആൻഡ് ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ ഒരു അസ്ട്രോളജി ബേസിസിൽ നമ്മളിത് പറയുകയാണെങ്കിൽ സൂര്യൻ്റെയും ശനിയുടെയും എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ നമ്പർ 1 പൊസിഷനിലേക്ക് എത്തി നിൽക്കാൻ പറ്റുന്ന സമയമാണ്. ശനിയുടേതായിട്ടുള്ള എനർജി, ശനി എന്ന് വെച്ചാൽ കർമ്മത്തിൻ്റെ തന്നെ ദേവനാണ്. ശരിയായിട്ടുള്ള കർമ്മം ചെയ്യുക, അതായത് നീതിക്കും ന്യായത്തിനും നിരക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു എനർജി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നീതിക്കും ന്യായത്തിനും നിരക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ അടുത്തിടയ്ക്ക് ആണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്പർ 1 പൊസിഷനിലേക്ക് ഉയരാനുള്ള സാധ്യതയുള്ളൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് കാണിക്കുന്നത്. അപ്പോൾ സൂര്യനെ പോലെ ഉദിച്ചു വരുന്ന എനർജി. അപ്പോൾ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ കരിയർ സംബന്ധമായിട്ട് പ്രൊമോഷൻ സാധ്യതകളൊക്കെ മറ്റും വളരെയധികം നല്ല രീതിയിൽ കാണിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട് ജോലിയിൽ. അപ്പോൾ ഒരു ഉയർന്ന പൊസിഷൻ മാനേജറിലോ അല്ലെങ്കിൽ അതിലും മുകളിലുള്ള പൊസിഷൻസ് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്ത് സെൽഫ് ഡൗട്ട്, ഈ കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതൊക്കെ മാറി നിങ്ങൾ കോൺഫിഡൻസ് വരുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കോൺഫിഡൻസ്, അതായത് പല കാര്യങ്ങളും കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് മാറിപ്പോയി മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ഉയർന്ന കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന എനർജി കാണിക്കുന്നുണ്ട്. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂസ്, കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് പരീക്ഷകളിലൊക്കെ വളരെ ഉന്നത വിജയം നേടും, പക്ഷേ ഇൻ്റർവ്യൂസ് നിങ്ങൾ സ്റ്റക്കാണ് എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല. നിങ്ങൾക്ക് എഴുതി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളതിൽ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയും, പക്ഷെ ഒരാൾ ചോദിക്കുമ്പോൾ ഒരു തുറന്ന് സംസാരിക്കാൻ എക്സ്പ്രസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു എനർജി അല്ല. കാരണം നിങ്ങൾ ആ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു. നെഗറ്റീവ് മൈൻഡ് സെറ്റ് മാറുന്നതോട് കൂടിയിട്ട് സെൽഫ് ഡൗട്ട് കാര്യങ്ങളൊക്കെ മാറി വളരെ ഒരു ഇൻസ്പിറേഷണലായിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എനർജി. അതേപോലെ തന്നെ തീർച്ചയായിട്ടും കർമ്മഫലം നമ്മൾ പറയും. കർമ്മഫലം നല്ലതായതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്തതിന് നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ശനി ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ശനിയാഴ്ച ദിവസം ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോവുകയും നീരാഞ്ജനം കഴിപ്പിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ശനിയാഴ്ച ഹനുമാൻ ചാലീസ വായിക്കുന്ന അല്ലെങ്കിൽ ഹനുമാൻ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ വായിക്കുന്നതും ഒക്കെ നവഗ്രഹ സ്തോത്രം ജപിക്കുന്നതും ഒക്കെ നല്ലതാണ്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് എനർജി ലൈഫിൽ ബാലൻസ് കൊണ്ടുത്തരാനൊക്കെ പറ്റുന്നൊരു സമയം തന്നെയാണ്. അതേപോലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷണൽ എനർജി ചേഞ്ച് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ചില പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഉൾഭയം കൊണ്ടായിരിക്കാം അത് മാറിക്കിട്ടുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് ചില വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചിട്ട് പ്രകോപനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്, അതായത് ചലഞ്ചസ് ഉണ്ട്. അതായത് ചുറ്റുമുള്ള ആളുകൾ ചില വ്യക്തികളായിരിക്കും, ചില സുഹൃത്തുക്കളാവാം. ഇപ്പോൾ അത് കാരണം ചില കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഇല്ലീഗലായിരിക്കും, പക്ഷേ അതൊക്കെ എല്ലാവരും ചെയ്യും. നമ്മൾ കേട്ടിട്ടുണ്ടാവും പലരുടെ അടുത്തും ഇല്ലീഗലായിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷേ അതൊക്കെ എല്ലാവരും ചെയ്യുന്നത് അത്ര വലിയ കാര്യമല്ലല്ലോ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇമ്മോറലായിരിക്കും, പക്ഷേ ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഒന്നും തന്നെ മുഖവിലേക്ക് എടുക്കാതിരിക്കുക. കാരണം ഇതൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എനർജി യമദേവൻ്റെ എനർജി, അതേപോലെ ശനിയുടെ എനർജി വളരെ സ്ട്രോങ് ആണ്. ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ദേവൻ. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് ഫലം കിട്ടുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം നമ്മൾ പലരുടെയും സിറ്റുവേഷൻ ആയിരിക്കും. ചില സിറ്റുവേഷനിൽ ചില ആളുകൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും
എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ട്, വലിയ കുറ്റങ്ങളും ചെറിയ കുറ്റങ്ങളും. അപ്പോൾ 10 വർഷം മുമ്പായിരിക്കും, പക്ഷെ കണ്ടുപിടിക്കുന്നത് 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ അത് കാരണം ആ സമയം നല്ലതായിരുന്നു കൊണ്ട് അത് അപ്പോൾ കണ്ടുപിടിച്ചില്ല. പക്ഷെ 10 വർഷം കഴിയുമ്പോൾ സമയം ശരിയല്ലാതിരിക്കുമ്പോൾ അത് കണ്ടെത്തുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മതി. ഓക്കെ. അതേപോലെ ഹൈ പ്രീസ്റ്റൻസ് ഇൻ ഷേമൻ എനർജി സ്ട്രോങ് മെസ്സേജാണ്. സ്പിരിച്വലി വളരെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന എനർജിയാണ്. സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് ഒരു നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷനും കാര്യങ്ങളിലൊക്കെ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെയുള്ള മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ, എനിക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ, ജസ്റ്റ് മെഡിറ്റേഷൻ മാത്രമല്ലാതെ കൂടുതൽ ടെക്നീക്സ് അതിനെക്കുറിച്ചിട്ട് പഠിക്കാനോ ഒക്കെയുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് ചില ആളുകൾ. എല്ലാവരും അത് പോയി ചെയ്യണമെന്നോ അതിലേക്ക് പോകണമെന്നുള്ളതല്ല. നിങ്ങളത് തൽപരരാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഏറ്റവും പറ്റിയ സമയമാണ്. അതല്ലാത്തവരെ സംബന്ധിച്ച് മെഡിറ്റേഷൻ, അതായത് ഒന്ന് കുറച്ച് സമയം സ്വന്തമായിട്ട് ഇരുന്ന് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം. കാരണം അത് വളരെ പ്രാധാന്യമാണ് ഈ ഒരു സമയം. നിങ്ങളുടെ ഉള്ളിലുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ്. പിന്നെ ഹെറഫൻ സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹൈറഫൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഷേമൻ എനർജിയാണ്. ഷേമൻ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡിവൈൻ പ്രസൻസ്, ആ ഡിവൈൻ സോഴ്സ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫ് പേർപ്പസ്, നിങ്ങളുടെ നിയോഗം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് പറയാനുള്ളത് നിങ്ങളുടെ നിയോഗം പലപ്പോഴും നിങ്ങൾ ലീഗൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ധർമ്മവും നീതി ന്യായം വ്യവസ്ഥയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ ആത്മീയ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ജോലിയാണ് നിങ്ങളുടേത് എങ്കിൽ അത് നിങ്ങളുടെ നിയോഗം തന്നെയാണ്. നിങ്ങൾ ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് മറ്റുള്ളവരെ സഹായിക്കുക എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഒത്തിരി അതാണ് നിങ്ങളുടെ നിയോഗം. അപ്പോൾ അതിൽ മുന്നേറുന്നത് ശരിയായിട്ടുള്ള അല്ലെങ്കിൽ ആ ജോലിയിലല്ല നിങ്ങളുള്ളതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിലൊക്കെയുള്ള തലത്തിൽ ആളുകളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് ലൈഫിൽ കാരണം നിങ്ങളുടെ നിയോഗം നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയുള്ള ഏരിയാസിലും നിങ്ങൾ പ്രോസ്പെറസ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ഫിനാൻസ്, പേഴ്സണൽ ലൈഫിലൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതേപോലെ ഹൈ പ്രീസ്റ്റസ് എനർജി ആൻഡ് എംപറർ എനർജിയാണ്. സോ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ അതാണ്. നിങ്ങൾ ആ ഒരു എങ്ങനെയാണോ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്, മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ഒരു മനസ്സമാധാനം തരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യലിയും വളരെ സക്സസ്ഫുൾ ആകുന്ന ഒരു സമയമാണ്. ആക്ഷൻ എടുക്കാൻ പറ്റിയ സമയമാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. സ്ട്രാറ്റജിക് അനലിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. പവർ, പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്ലെക്സിബിൾ ആണ് ഈ ഒരു നിങ്ങളൊരു അതോറിറ്റി പവർ ആ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതൊന്ന്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് ഷെൽസ് ആൻഡ് ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ വെൽബീയിങ്, അതായത് മാനസികമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. പിന്നെ പ്രഗ്നൻസി സിറ്റുവേഷൻസിൽ ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്, പ്രഗ്നൻസി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം എക്സ്ട്രീംലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. അതായത് നിങ്ങളുടെ അവബോധ മനസ്സ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. പൊതുവേ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എന്ത് വേണമെന്ന് ഉറപ്പില്ല, അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതായത് എന്താ വേണ്ടതെന്ന് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ എംപതി, മറ്റുള്ളവരോടുള്ള സ്നേഹവും സഹാനുഭൂതിയും, മറ്റുള്ളവരെ ശ്രദ്ധിക്കുക, കെയർ എടുക്കുക. ഫാമിലിയിലാണെങ്കിൽ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാവരോടും വളരെ കെയറിങ്ങും ഒക്കെ ആയതുകൊണ്ട് എല്ലാവരുമായിട്ട് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ഹീലിംഗ് എനർജിയാണ്. അപ്പോൾ പലരുടെയും ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹീലിംഗ് സിറ്റുവേഷനും ഉണ്ട് ഇവിടെ. ഒന്നുകിൽ നിങ്ങളൊരു കെയർ ഗീവർ ആയിരിക്കും, ഒരു നേഴ്സ്, ഒരു ഡോക്ടർ, ആതുര സേവനം, ആ ഒരു രംഗവും നിങ്ങളുടെ നിയോഗത്തിൽപ്പെട്ട ഒന്നാണ്. ആ ഒരു മേഖലയിലുള്ളവരാണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ നിയോഗമാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ റഫായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ കുറച്ച് കാരുണ്യവും സ്നേഹവും കാണിക്കുക. അവരനുഭവിക്കുന്നതിൽ ആ ഒരു സഹാനുഭൂതിയോട് കൂടിയിട്ട് നോക്കിക്കാണുക എന്നുള്ളതാണ്.
അത് നിങ്ങളുടെ നിയോഗത്തിൻ്റെ പാർട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.